അസമിലെ തീവ്രവാദ കേസിൽ കാസർഗോഡ് നിന്ന് പിടിയിലായത് ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച സ്ലീപ്പിംഗ് സെൽ പ്രമുഖൻ. ഇയാൾ മുൻപ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇന്ത്യയിലേക്ക് കടക്കുന്നവർക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകളും പാസ്പോർട്ടും ഉണ്ടാക്കി എന്നതാണ് ഇയാൾക്കെതിരെ കേസ്. തീവ്രവാദ കേസിലെ പ്രതിയായ ബംഗ്ലാദേശ് സ്വദേശിയെ ആസാം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് കാസർഗോഡ് വെച്ച് ഇന്ന് പുലർച്ചെ പിടികൂടിയത്. ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്തുവാൻ സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കുകയും ഇന്ത്യയിലേക്ക് കടക്കുന്നവർക്ക് ഇന്ത്യൻ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്ന ബംഗ്ലാദേശ് സ്വദേശി ഷാഖ് ഷെയ്ഖാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിടിയിലായത്. കാഞ്ഞങ്ങാട് പോലീസിന്റെ സഹായത്തോടെ പടന്നക്കട്ടയിൽ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. ഇന്ത്യയിലേക്ക് കടക്കുന്നവർക്ക് ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡുകളടക്കം ഇയാൾ തയ്യാറാക്കി നൽകിയെന്നാണ് വിവരം. പിടിയിലായ ഷാഖ് ഷെയ്ഖ് കേരളത്തിലെത്തിയിട്ട് 4 വർഷത്തോളമായി. NIA അടക്കം അന്വേഷിക്കുന്ന പ്രതി കാസർഗോഡ് വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് ജില്ലയിലെത്തിയ പ്രതി നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹൊസ്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആസാമിലേക്ക് കൊണ്ടുപോയി. ആസാമിൽ UAPA കേസിൽ പ്രതിയായതോടെയാണ് ഷാഖ് ഷെയ്ഖ് കേരളത്തിലേക്ക് കടന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.